കരഞ്ഞു വന്നിട്ട് എൻ്റെ ഇക്ക നിങ്ങൾ പോകുവാണോ എന്ന് ചോദിച്ചിട്ട് വരും അല്ലേ. ചിലപ്പോൾ നമ്മുടെ മക്കൾ രാവിലെ ഖുർആനുമായി മദ്രസയിൽ പോയ മക്കളാ തിരിച്ചു വീട്ടിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ആംബുലൻസിൽ മയ്യത്തായിട്ടായിരിക്കും. ഇങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ കരയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ, നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ മക്കളല്ലേ ഉസ്താദെ പോകണത്, ഞങ്ങളുടെ മക്കളല്ലേ ഉസ്താദെ പോകുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചെറിയ മക്കളുടെ റൂഹ് പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനോട് ചോദിക്കും, അസ്റായീലേ, നീ ചെറിയ പിഞ്ചു മക്കളുടെ റൂഹുണ്ടല്ലോ, ഒരു ദയയുമില്ലാതെ നീ പിടിച്ചോണ്ട് വന്നല്ലോ. ഈ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അസ്റായീൽ പറയും, അല്ലാഹ്, അത്ഭുതം അല്ലാഹ്. അല്ലാഹ് ചോദിച്ചു, എന്തേ? ഞാൻ ഇവന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത്, ഈ ചെറിയ പൈതലിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഖുർആൻ ഓതാൻ മദ്രസയിൽ പോയ കൊച്ചിന്റെ ഹേർട്ടില് ഞാനൊരു തകരാറ് കൊടുത്തിട്ട് അവന്റെ റൂഹ് ഞാൻ പിടിച്ചു കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ ഉമ്മയും ഉപ്പയും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് അവനിക്ക് മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയണത് ക്ഷമിക്കണം. ഞാൻ പറയണത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മുസ്ലിമീങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹംസ പോയി. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ കരയുകയാണ്, വല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്റെ ഹംസയാണല്ലോ അല്ലാ നീ കൊണ്ടുപോയതല്ലാ. ലോകത്തിന്റെ പ്രവാചകൻ എന്നെ പ്രിയപ്പെട്ടവരെ ഹംസയുടെ മയ്യത്ത് കാണണമല്ലോ, എന്റെ ഹംസ എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകനതോ ഹംസയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ അല്ലാ, ഹംസയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ എന്താണ് കാണുന്നതെന്നറിയോ? ഹംസയുടെ കൈയുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ കാലുകളുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ ചങ്കുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ കണ്ണുണ്ടല്ലോ ചൂഴ്ന്നെടുത്തിരിക്കുകയാണ്, ഹംസയുടെ തലയുണ്ടല്ലോ വെട്ടി മാറ്റിയിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലയോ സുബൈറേ, ഹംസയുടെ സഹോദരിയാകുന്ന സഫിയയുണ്ടല്ലോ കാണിക്കല്ലേ. സഫിയ എന്നാണ് ബഹുമാനപ്പെട്ട ഹംസയുടെ സഹോദരിയുടെ പേര്. സഫിയക്ക് താങ്ങാൻ കഴിയില്ല. ഹംസയുണ്ടല്ലോ വല്ലാതെ ഇഷ്ടപ്പെട്ട പെങ്ങളാണ് സഫിയ എന്ന് പറയുന്നത്. ആ സഫിയുണ്ടല്ലോ ഈ മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വല്ലാതെ കരയുമല്ലോ, വല്ലാതെ സങ്കടപ്പെടുമല്ലോ, വല്ലാതെ നൊമ്പരപ്പെടുമല്ലോ, വല്ലാതെ വേദനിക്കുമല്ലോ, കണ്ണുനീര് കൊണ്ട് ഇവിടെ ആറാടുമല്ലോ. അതുകൊണ്ട് സുബൈറേ, സഫിയെ കാണിക്കല്ലേ. പടച്ചവനെ, ഇതങ്ങ് സഫിയ ബീവി കേൾക്കുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് കാണണം നബിയേ, എന്റെ ഹംസ എനിക്ക് കാണണം നബിയേ, എന്റെ ഹംസ എനിക്ക് കാണണം നബിയേ. എന്റെ ഈ കാക്കയാകുന്ന ഹംസയുണ്ടല്ലോ എനിക്കൊന്ന് അവസാനമായി കാണണം നബിയേ, എനിക്കൊരു ചുംബനം കൊടുക്കണം നബിയേ. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ പ്രവാചകനതാ സഫിയോട് പറയുകയാണ്, വേണ്ട മോളെ താങ്ങൂല, നീ സഹിക്കൂല സഫിയ. സഫിയ പറയുന്നു, പ്രവാചകരെ അവസാനമായിട്ടല്ല പ്രവാചകരെ, നിങ്ങൾ സഹിച്ചല്ലോ പ്രവാചകരെ, നിങ്ങൾ സങ്കടപ്പെടുന്നില്ലല്ലോ പ്രവാചകരെ, നിങ്ങളുടെ അനുയായല്ല പ്രവാചകരെ, ഞാനും സഹിച്ചുകൊള്ളോ. ലോകത്തിന്റെ പ്രവാചകനതാ സമ്മതം കൊടുക്കുമ്പോ സഹാബത്ത് കൊണ്ടുവന്നു കണ്ടു മയ്യത്ത് കാണിക്കുമ്പോ സഫിയതാ നെട്ടുന്നുറപ്പേ, എന്റെ ഈ കാക്കയുടെ മയ്യത്താണല്ലോ ഇവിടെ വെട്ടി അറുത്തിട്ടിരിക്കുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഫിയതാ കരയുന്നുറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ്. ഇത് കാണുമ്പോ
ലോകത്തിന്റെ പ്രവാചകം പറയുകയാണ്, ഇതുപോലെ പെണ്ണുങ്ങള് ഹംസയുടെ മയ്യത്ത് കണ്ടിട്ട് പേടിക്കില്ലായിരുന്നെങ്കിൽ ഹംസയുണ്ടല്ലോ ഞാൻ അടക്കൂല സഹാബാ, ഹംസയുണ്ടല്ലോ ഞാൻ അടക്കൂല സഹാബാ. കഴുകന്മാര് വന്ന് കൊത്തിക്കൊണ്ടുപോകട്ടെ, എന്റെ ഹംസ സ്വർഗത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ ജിബ്രീൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാണ്, കരയല്ല നബിയേ, പ്രയാസപ്പെടല്ല നബിയേ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാണ്, ജിബ്രീലേ എങ്ങനെ ഞാൻ സഹിക്കും ജിബ്രീലേ, എന്റെ ചങ്കല്ലേ കൊണ്ടുപോയത്, എന്നെ കരളല്ലേ കൊണ്ടുപോയത്, എന്നെ ഹംസയല്ലേ കൊണ്ടുപോയത്. ഉടൻ തന്നെ ജിബ്രീലതാ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ വിഷയത്തിന്റെ പേരിന്റെ കാരണമുണ്ടല്ലോ എന്നാണെന്ന് പറയാൻ പോവുകയാണ്. ഈ പാലക്കാടിന്റെ പമ്പ്ര എന്ന് പറയുന്ന പരിസരത്ത് വന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ അനുകൂലികളോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, എന്ത് കണ്ടെന്നറിയോ? ജിബ്രീൽ പറയുന്നു, നബിയേ അന്ന ഹംസ മക്തൂബ് മിൻ അഹ്ലി സമാവാതി സബ്അ അസ്സദുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ പറയുകയാണ്, ഏഴാം ആകാശത്തിലുണ്ടല്ലോ, ഓരോ ആകാശത്തിലും ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഈ ഹംസ വഫാത്തായ ദിവസമുണ്ടല്ലോ, ഹംസ ഷഹീദായ ദിവസമുണ്ടല്ലോ, അല്ലാഹു രേഖപ്പെടുത്തിയതെങ്ങനെ? അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാ, അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാ. പടച്ചവനെ, അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സിംഹക്കുട്ടി എന്ന് പറയുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലൂടെ വാളിങ്ങനെ ഊരിപ്പിടിച്ച് വരുമ്പോ അവനല്ല മോനെ സിംഹക്കുട്ടി എന്ന് പറയുന്നത്. ആരാണ് സിംഹക്കുട്ടി എന്നറിയോ? ലോകത്തിന്റെ പ്രവാചകന്റെ തലയെടുക്കാതെ കടന്നു വന്ന ഉത്ബത്തിനെയും ശൈബത്തിനെയും കൊന്നുകളഞ്ഞ പടച്ചവനെ ഹംസ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ സിംഹമെന്ന് ചരിത്രം പറയുമ്പോ ഈ മഹനീയമാകുന്ന സദസ്സിലേക്ക് കടന്നു വന്ന് പാവങ്ങൾക്കല്ലോ ഹംസയുടെ പൊരുത്തം കൊടുക്കണേ അല്ലോ. അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്നു. ഹംസയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലോ, തൗഫീഖ് കൊടുക്കണേ അല്ലോ.